എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണത്തെപ്പറ്റി രാജപ്പറ്റൻ ധാരാളം സംസാരിച്ചു. എന്നാലും ഒരു പരമമായ സത്യമുണ്ടത്. ഈ ലോകത്തിൽ ഒന്നും ശാശ്വതമായി നിലനിൽക്കത്തില്ല. എല്ലാത്തിനും ഒരു അന്ത്യമുണ്ട്. മഹാബലിയുടെ ഭരണമാണെങ്കിൽ തന്നെ, എത്രമാത്രം നല്ലതാണെങ്കിൽ തന്നെ, there must be an end to it. മഹാബലിയുടെ മറ്റു കാര്യങ്ങളെ പറ്റിയൊന്നും പറയുന്നില്ല. ഞാൻ അതിനു മുമ്പായിട്ട് ഒരു മിനിറ്റ് പ്രത്യേകം എടുക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സോമൻ ചേട്ടനെ പറ്റി ഒരു അനുസ്മരണം പറയട്ടെ. സോമൻ ചേട്ടനാണ് ഇവിടുത്തെ നമ്മുടെ ആദ്യമായിട്ട് അമേരിക്കയിലെത്തി. ഇവിടെ നമ്മുടെ എത്തിയത് അദ്ദേഹമാണ്. പിന്നെ വരുന്ന രാജപ്പൻ ചേട്ടനാണ്. പിന്നെ ഞാൻ ഇങ്ങനെ നടക്കും. പിന്നെ പലരും സീനിയർ മോസ്റ്റ് ആൾക്കാരുണ്ട്. സോമൻ ചേട്ടൻ പ്രത്യേകം പറയുകയാണെങ്കിൽ ഈ നായർ സമാജത്തിൻ്റെ തുടക്കത്തിൽ ഇതിൻ്റെ 501(c)(3) സ്റ്റാറ്റസിന് വേണ്ടി ഞാനും സോമചേട്ടനും കൂടെ അന്ന് കമ്പ്യൂട്ടർ സൗകര്യങ്ങളും വളരെ കുറവാണ്. വളരെ പ്രയാസപ്പെട്ട് ഡോക്യുമെൻറ്റ്സൊക്കെ തയ്യാറാക്കി അയച്ചപ്പോൾ അവർക്ക് നമുക്ക് വേണ്ടതായിട്ടുള്ള റെക്കോർഡ് ഇല്ലാത്തതുകൊണ്ട് അവർ ഗീവ് 501(c)(3) അസോസിയേഷൻ മാത്രമേ നൽകിയുള്ളൂ. മറ്റ് നമ്മൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ ടാക്സ് ഡിഡക്ഷൻ കിട്ടിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് പോയി. സോമചേട്ടൻ അവസാന കാലത്ത് വളരെയേറെ പ്രയാസപ്പെട്ടാണ് കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ്റെ അകാലത്തിലുള്ള മരണം അദ്ദേഹം അറിഞ്ഞിട്ട് പോലുമില്ല. ഒരു വർഷം മുമ്പാണ് നടന്നത്. ഞാനും അദ്ദേഹത്തിനും രണ്ടുപേർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സോറി. അതുപോലെ നായർ സമാജത്തിന് ഇന്നേ വരെയുള്ള 10-30 വർഷമായി തുടങ്ങി. കുറേ വർഷം കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഫണ്ട് റേസിങ് നടത്തി, ഒരു മ്യൂസിക്കൽ കച്ചേരി. അന്ന് കുറച്ച് പണം നമ്മൾ സ്വരൂപിച്ചു. അതാണ് ഇപ്പോഴും കാരി ഫോർവേഡ് അക്കൗണ്ട്സിലുള്ള ബാലൻസ്. അതാണ് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളിൽ കൊണ്ട് കുറേയേറെ ആൾക്കാർ മാറി. നമ്മൾ ഒരു വേറൊരു സംഘടന രൂപീകരിച്ചു. സോറി ഉണ്ടായി. അവർ പോയപ്പോൾ നമ്മുടെ അതിൻ്റെ ഭാഗം ഒരു പ്രത്യേക എക്സ്പെൻസ് അവർ പ്രത്യേക സംഘടന രൂപീകരിച്ചതേ ഉള്ളൂ. അങ്ങനെ അത് നടന്നു. അങ്ങനെ വർഷങ്ങളോളം നായർ സമാജത്തിലുള്ള ഗംഭീരമായിട്ട് നടക്കുകയാണ്. ഇപ്പം പുതിയ തലമുറയിൽ ധാരാളം ആൾക്കാരുണ്ട്. അത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. അവർ വളരെ കഴിഞ്ഞ എല്ലാ ഓരോ പ്രോഗ്രാംസും വളരെയേറെ ഗംഭീരമായിട്ട് നടത്തി. അതിനെ ഓർഗനൈസ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, AHN എന്ന സംഘടന തുടങ്ങിയിട്ട് ഇപ്പം 25 വർഷമായി. അത് തുടങ്ങുന്നതിന് മുമ്പ് അതിന് കാരണഭൂതനായിരുന്നത് സ്വാമി സത്യാനന്ദ സരസ്വതി ആയിരുന്നു. അദ്ദേഹം 1985 ന്യൂയോർക്കിലെത്തുന്നു. ന്യൂയോർക്കിലെ വിശുദ്ധ പരിഷത്ത് നടത്തിയ വേൾഡ് ഹിന്ദു കോൺഫറൻസിൽ ഭാഗമാക്കാണ്ട് അദ്ദേഹം വരുന്നത്. അന്ന് അതിന് നമ്മുടെ KHNക്ക് വേണ്ടിയുള്ള ഒരു സങ്കല്പം, അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഒരുമിക്കാനുള്ള ഒരു സങ്കല്പം അദ്ദേഹം രൂപം കൊടുത്തു. അങ്ങനെ 91 അങ്ങനെ 3ാമത് പ്രാവശ്യവും സ്വാമിജി അതിനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്ത് 2000 ആ സംഘടന രൂപം കൊള്ളുകയാണ്. അങ്ങനെ അതിനുശേഷം വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആൾക്കാർ അഭിപ്രായം പറഞ്ഞ് പിരിഞ്ഞു പോയി. അതാണ് അതിൻ്റെ ചരിത്രം. അത് ഞാനിപ്പോൾ പ്രത്യേകം പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട സംഘടനകളാണ്. പിന്നെ ഞാൻ എല്ലാ വർഷവും ഇവിടെ ഗ്രാജുവേറ്റ്സിന് ഒരു സമ്മാനം കൊടുക്കുന്നുണ്ട്. ഈ വർഷവും അത് കൊടുക്കുന്നതിന് താല്പര്യപ്പെടുന്നു. അതിനായി അസോസിയേഷൻ്റെ ഭാരവാഹികളുടെ അനുവാദത്തോടു കൂടി ഞാനിത് കൊടുത്തു. ഇതൊരു ചെറിയ ബുക്കാണ്. 24 ഗുരുക്കന്മാർ. പക്ഷെ നമ്മുടെ ഗുരുക്കന്മാർ മാതാപിതാ ഗുരു ദൈവം, അച്ഛനും അമ്മയും ആണ്. അത് കഴിഞ്ഞാണ് എല്ലാ ഗുരുക്കന്മാരും വരുന്നത്.